വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് എ ഡിയർ ഇൻ ദ ഫോറസ്റ്റ് ബൈ അംബായി എന്ന വർക്കാണ്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്ക് എന്നുള്ളത് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ മെറ്റഫറിക്കൽ സ്റ്റോറിയാണ്. ഈ ഒരു വർക്കിൽ റൈസ് ചെയ്യുന്നുള്ളത് റെലവൻറ്റ് ഇഷ്യൂസായ വുമൺസ് ബോഡി, റീപ്രൊഡക്ഷൻ, വെയർനെസ്, അതുപോലെ തന്നെ വേരിയസ് സോഷ്യൽ സ്റ്റിഗ്മാസ് അലൈഡ് വിത്ത് ദം. ഈ ഒരു ഇഷ്യൂസ് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള തങ്കത്തിലൂടെയാണ് പോകുന്നുള്ളത്. ഹൂ ഈസ് കൺസിഡേർഡ് അബ്നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത് ബിക്കോസ് ഷീ നെവർ മെൻസ്ട്രേറ്റ്. അവൾ ഒരിക്കലും മെൻസ്ട്രേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളെ അബ്നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. ഈ ഒരു ഇൻ എ ഫോറസ്റ്റ് എ ഡിയർ ഈസ് എ ഫെമിനിസ്റ്റ് റിയലിസ്റ്റിക് ഷോർട്ട് സ്റ്റോറിയാണ്. ഒറിജിനലി റിട്ടൺ ഇൻ തമിഴ് ബൈ ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിസർച്ചർ ഡോക്ടർ CS ലക്ഷ്മി, who writes under the pen name of അംബായി. അംബായി എന്ന പെൻ നെയിമിലാണ് അവൾ എഴുതുന്നുള്ളത്. അംബായി ഈസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഓഫ് ഗ്രേറ്റ് റെപ്യൂട്ട് who writes ഷോർട്ട് സ്റ്റോറീസ് ചാമ്പ്യനിങ് വുമൺസ് കോഷ്യസ്. ഈ ഒരു സ്റ്റോറിയിൽ അംബായി ബ്രിങ്സ് ചെയ്യുന്നുള്ളത് സാഡ് പ്ലേറ്റ് ഓഫ് തങ്കം അദായി എന്നിവരെ പറ്റിയിട്ടാണ്. who did not get menstruation, did not have functioning womb. She was abused by her in-laws and give many medicines to start her periods or get the womb to begin functioning. എങ്ങനെ ഇരുന്നാലും ഷീ റിബൽസ് ലൈക്ക് മോസ്റ്റ് ഓഫ് അംബായിസ് സ്ട്രോങ് വുമൺ ക്യാരക്ടേഴ്സിൽ പെട്ടതാണ് ഈ ഒരു തങ്കം എന്ന് പറയുന്നുള്ളത്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് ഏകാംബരം എന്ന് പറയുന്ന ആൾ സെക്കൻഡ് വൈഫിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുള്ള കാര്യം അവൾ അറിയുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടിട്ട് അതായി എന്ത് ചെയ്യുന്നുണ്ട്, സൂസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സ്ചർ ഓഫ് ഫെറാലി സീഡ്സിൽ പോയിസൺ ചേർത്തിട്ട് അവൾ സൂസൈഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ രക്ഷപ്പെടുകയും അതുപോലെ തന്നെ പാട്രിയാർഷ്യൽ സൊസൈറ്റിയിലുള്ള ആ ഒരു ഹാഷായിട്ടുള്ള ആ ഒരു കാര്യത്തെ അവൾ ഇങ്ങനെ അനുശാസിക്കുകയും ചെയ്യാണ്. യൂസിങ് വെയിൽഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അവൾ കിടക്കുന്ന സമയത്തൊക്കെ സ്റ്റോറി കൺവേ ചെയ്യാണ് ആരുമായിട്ട്, ടു ഹെയർ യങ് ചിൽഡ്രൻ ആൻഡ് ഹെർ കസിൻസ്. എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ചിൽഡ്രൻ ദ പ്ലേറ്റ് ഓഫ് വുമൺ ഹു കാനോട്ട് മെച്യൂർ ഇൻ ടു എ വുമൺ. അംബായി uses the innocence and precociousness of a little young child with who along with her cousin tries to find out where വല്ലി എന്ന് പറയുന്നുള്ള ആ ഒരു കസിൻ എന്ന് വെച്ചുള്ള യങ് ചൈൽഡിനെ പ്രിക്കോഷൻസിലൂടെയും ഇന്നസെൻസിലൂടെയും